ഹായ്, നിങ്ങളുടെ മൊബൈലിൽ പരസ്യം ശല്യപ്പെടുത്തുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പരസ്യം കൺട്രോൾ ചെയ്യാനുള്ള 3 അടിപൊളി ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ഫോളോ ഒന്ന് ചെയ്ത് നോക്കുക. പരസ്യം ശല്യപ്പെടുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഫോൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പരസ്യം വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി സെറ്റിംഗ്സ് പറഞ്ഞുതരാം. അതിനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം. അതിനെ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സെറ്റിംഗ്സിൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഓപ്ഷൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് വളരെയധികം പരസ്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതിനായി നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആഡ് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ആഡ് പ്രൈവസി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ആഡ് ടോപ്പിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേസ്ഡ് ഓൺ നമ്മുടെ ബ്രൗസിംഗ് ഹിസ്റ്ററി, നമ്മൾ ബ്രൗസ് ചെയ്യുന്ന ഹിസ്റ്ററി ഒക്കെ വെച്ചിട്ട് നമുക്ക് പരസ്യങ്ങൾ വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ടോഗിൾ ഉണ്ടല്ലോ, ഇതൊന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഓഫ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ബ്രൗസ് ചെയ്യുന്ന ഹിസ്റ്ററി, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നു, അങ്ങനത്തെ സെർച്ച് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പരസ്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഇത് ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. രണ്ടാമത്തെ വരുന്നത് സൈറ്റ്, ഇവിടെ കണ്ടില്ലേ സൈറ്റ് സജസ്റ്റഡ് ആഡ്സ്. ഓരോ സൈറ്റിലും നമ്മൾ കയറുന്നതിനനുസരിച്ചുള്ള ആഡുകൾ വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനോ വേണ്ടിയിട്ട് നമുക്ക് ഈ സൈറ്റ് സജസ്റ്റഡ് ആഡ്സ് എന്ത് ചെയ്യുക, ഈ ബട്ടൺ ഓൺ ആണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഓൺ ആണോ ഓഫ് ആണോ നോക്കുക. ഓൺ ആണെങ്കിൽ എന്ത് ചെയ്യുക, അതുകൂടി ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു സെറ്റിംഗ്സ് കൂടി ഇതിൽ വരുന്നുണ്ട്. ആ മൂന്നാമത്തെ സെറ്റിംഗ്സ് നമുക്ക് ഇവിടെ വരുന്നത് ആഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. ഇത് നിർബന്ധമായിട്ടും ഓഫ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തന്നിരിക്കുന്ന പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, എത്ര സമയം കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് അവർ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഓൺ ആണെങ്കിൽ അത് നിർബന്ധമാണെങ്കിൽ ഓഫ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് സെറ്റിംഗ്സ് വരുന്നത്. ഇനി രണ്ടാമത് അതിലും കിടിലനായിട്ടുള്ള സെറ്റിംഗ്സ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അതിനായി നമ്മളൊന്ന് ബാക്ക് ചെയ്യുക. ബാക്ക് ചെയ്ത് വന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഗൂഗിൾ ക്രോമിൽ തന്നെ ഒന്നുകൂടി പോവുക. നേരെ 3 ഡോട്ട്സിൽ പ്രൊഫൈലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈലിൽ 3 ഡോട്ട്സ് കാണുന്നില്ല, അവിടെ തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അഗൈൻ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ഓപ്ഷൻ തന്നെ ഒന്നുകൂടി വരിക. ആ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സൈറ്റ് സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. സൈറ്റ് സെറ്റിംഗ്സ് ഉള്ള ആ സൈറ്റ് സെറ്റിംഗ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈറ്റ് സെറ്റിംഗ്സ് വന്നു. ഇവിടെ നമുക്ക് ഏറ്റവും താഴേക്ക് വരുന്ന സമയത്ത് ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്, ഏറ്റവും താഴേക്ക് വരണം. ആ താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് തേർഡ് പാർട്ടി കുക്കീസ് എന്നുള്ളത്. അത് ബ്ലോക്ക്ഡ് ആണോ എന്നുള്ളത് നോക്കുക, അല്ലെങ്കിൽ ഇത് ബ്ലോക്ക് ആക്കി കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ലേ പോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലേ, പോപ്പ് ആൻഡ് റീഡയറക്ഷൻ എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് ആണ് കാണിക്കുന്നത്. നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് ഡോണ്ട് അലൗ പോപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് അവിടെ നിന്ന് ടിക്ക് ചെയ്തിട്ട് ഓക്കെ ആക്കി കൊടുക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പരസ്യങ്ങൾ പൊന്തി വരുന്നതാണ് പോപ്പ് എന്ന് പറയുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതും കൂടി ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് അതിലും അടിപൊളി ഒരു ഓപ്ഷൻ ആണ്. അതുകൂടി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പരസ്യങ്ങൾ വളരെ ഒഴിവാക്കാൻ സാധിക്കും. അതിനായി നമ്മൾ എന്താ ചെയ്യേണ്ടത്, സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ജിമെയിൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. ജിമെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കും. ആ പ്രൊഫൈൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മാനേജ് ഗൂഗിൾ അക്കൗണ്ട്സ് പറയുന്ന ഓപ്ഷൻ കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പോകുന്നത് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണുന്നുണ്ട്, ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഡാറ്റ ആൻഡ് പ്രൈവസിയിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പരസ്യങ്ങൾ വരുന്ന ഫുൾ കൺട്രോൾ ഇവിടെയാണ് വരുന്നത്. അത് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഇവിടെ നമുക്ക് മൈ ആഡ് സെന്റർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ പേഴ്സണലൈസ്ഡ് ആഡ് ഇവിടെ ഓൺ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിന്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സണലൈസ്ഡ് ആഡ്സിന്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് കാണാം കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മളെ വയസ്സ് എന്താണ്, നമ്മൾ ആണാണോ പെണ്ണാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് അവർ മനസ്സിലാക്കി എടുത്തിട്ട് നമുക്ക് അതിന് അനുസൃതമായിട്ടുള്ള പരസ്യങ്ങളാണ് നമുക്ക് അവർ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് യൂട്യൂബിലും ഫേസ്ബുക്കിലും അങ്ങനത്തെ പല കാര്യങ്ങളിലേക്കും അവർ പരസ്യങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒന്ന് ജസ്റ്റ് ഒന്ന് മേലോട്ടേക്ക് ഒന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പേഴ്സണലൈസ്ഡ് ആഡ്സ് എന്നുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഒന്ന് ടിക്ക് ചെയ്തിട്ടുണ്ട്, ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ടേൺ ഓഫ് പേഴ്സണലൈസ്ഡ് ആഡ്സ് എന്നുള്ള ഓപ്ഷനിലേക്ക് വരും. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നില്ല ടേൺ ഓഫ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നില്ല. ആ ടേൺ ഓഫിൽ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും താഴേക്ക് വരുന്ന ഗോട്ട് ഇറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, ഏറ്റവും താഴെ കാണിക്കും ഗോട്ട് എന്നുള്ള ആ ഗോട്ട് ഇറ്റ് കൂടെ കൊടുക്കുക. എല്ലാവരും ഒന്നും ചെയ്തിട്ട് കമന്റ് അറിയിക്കാൻ മറന്നു പോകരുത്.